الحمد لله الحمد لله الواحد القهار الكريم المؤمن المهيمن العزيز الجبار الذي أنزل القرآن في ليلة القدر ليلة القدر خير من 1000 شهر الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാനിലെ ഏറ്റവും വിലപ്പെട്ട രാപ്പകലുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിനങ്ങളിലാണ് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ലൈലത്തുൽ ഖദർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടിയെടുക്കാൻ ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിക സമൂഹം ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്ന രാവുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാവുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സവിശേഷമായ സന്ദർഭത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും വിശിഷ്ടമായ ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സന്ദേശം ശരിയാം വണ്ണം ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ഒരു വഴിത്തിരിവായിരിക്കും. മാത്രമല്ല, നമുക്ക് ആനന്ദം നൽകുവാനും സന്തോഷം പകരുവാനും പര്യാപ്തമായിരിക്കും ആ സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ മുഴുവൻ അല്ലാഹുവിന്റെ ജനങ്ങൾക്കുള്ള സന്ദേശമാണ്. അതേ അവസരത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ചില സന്ദേശങ്ങൾ അല്ലാഹു നൽകുമ്പോൾ
പ്രത്യേകമായി തന്റെ അടിയാറുകളെ ഉണർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സന്ദേശം നൽകാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സ്നേഹത്തോടുകൂടി മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്കാണ് ഇബാദി, എന്റെ അടിയാറുകൾ, എന്റെ ദാസന്മാർ എന്നത്. അതേറ്റവും സ്നേഹാർദ്രമായ ഒരു വിളിയാണ്, ഒരു സംബോധനയാണ്. അങ്ങനെ അടിയാറുകളെ ഏറ്റവും വിലപ്പെട്ട സന്ദേശം അറിയിക്കണം എന്നുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറയും, ഈ സന്ദേശം എന്റെ അടിയാറുകളെ അറിയിക്കണം എന്ന്. ആ സന്ദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റുവാങ്ങി, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏറ്റുവാങ്ങി, ഈ മിമ്പറിന്റെ പവിത്രതയിൽ നിന്നുകൊണ്ട് ഈ വിശിഷ്ടമായ ദിവസത്തിൽ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത്. ഖുൽ, പ്രവാചക പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം കാണിച്ചിട്ടുള്ള അടിയാറുകളെ, സ്വന്തത്തോട് അതിക്രമം കാണിച്ചു പോയിട്ടുള്ള അടിയാറുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാകരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാകരുത്. ഞാൻ എൻ്റെ ആരോഗ്യമുള്ള കാലം ദൈവധിക്കാരത്തിലാണല്ലോ ചെലവഴിച്ചത്. എത്രയോ പാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവിനെ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ നന്നായിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ നന്നാകേണ്ട കാര്യവുമില്ല. ഏത് പടച്ചവനാണ്, ഏത് ദൈവമാണ്, ഏത് ഈശ്വരനാണ് ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം എനിക്ക് പൊറത്തു തരിക എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിരാശ പൂണ്ട് ജീവിക്കേണ്ടതില്ല. സ്വന്തത്തോട് അതിക്രമം കാണിച്ചവരെ, പാപങ്ങൾ ചെയ്തു പോയവരെ, കുഴപ്പങ്ങളിൽ അകപ്പെട്ടു പോയവരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. നബ്ബിഉ ഇബാദി, നബ്ബിഉ ഇബാദി, എന്റെ അടിയാറുകളെ ഉണർത്തണം. എന്റെ ഭൂമിയിൽ എന്റെ വെള്ളം കുടിച്ച്, ഞാൻ നൽകിയ ഭക്ഷണം കഴിച്ച്, ഞാൻ നൽകിയ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് എന്റെ സൂര്യന് താഴെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അടിയാറുകൾ, ആ അടിയാറുകളെ ഉണർത്തണം. അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്ന്. ഇതിനേക്കാളപ്പുറം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന സന്ദേശം ഏതുണ്ട്? ഏതൊരു സന്ദേശത്തിനാണ് ഇത്രയും വലിയ ഒരു ആനന്ദം, ഇത്രയും വലിയ ഒരു ആശ്വാസം, ഇത്രയും വലിയ ഒരു സമാധാനം നൽകുവാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇതിന് എത്രയോ തെളിവുകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾക്കറിയാമല്ലോ വഹ്ഷിയെ. വഹ്ഷി എന്ന പേര് പോലും സൂചിപ്പിക്കുന്നത് കാടൻ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ, ഇസ്ലാമിന്റെ അജയ്യമായ ഒരു ശക്തിയായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച വഹ്ഷി. വധിക്കുക മാത്രമല്ല, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തല മുറിച്ചെടുത്ത് തന്റെ യജമാനത്തിയായ ഹിന്ദുവിന് സമർപ്പിച്ചിട്ടുള്ള വഹ്ഷി. ഹിന്ദു പിന്നീട് ആ തലയുമായി, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയുമായി ഓടി വരുന്നുണ്ട്.
അവശേഷിക്കുന്ന ജഡത്തിന്റെ സമീപത്തേക്ക്. എന്നിട്ട് നെഞ്ചു കുത്തിപ്പിളർത്ത് ഹിന്ദ് അതിൽ നിന്ന് കരൾ പുറത്തെടുത്ത് ചവച്ചു തുപ്പുന്നുണ്ട്. ഇതിനവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് വഹ്ഷിയാണ്. ഈ വഹ്ഷിക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുമോ? ഈ വഹ്ഷിക്ക് അല്ലാഹുവിന്റെ ദൂതൻ മാപ്പ് കൊടുക്കുമോ? മാപ്പ് കൊടുക്കുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പാകെ വളരാവുന്നതാണ്, ഉയരാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചടക്കിക്കൊണ്ട് മദീനയിൽ നിന്ന് മക്കയിലെത്തിയ സന്ദർഭത്തിൽ മക്കയിൽ നിന്ന് മറ്റൊരു വാതിലിലൂടെ വഹ്ഷി കടന്നുകളയുകയാണ് മറ്റൊരു ദേശത്തേക്ക്, തായിഫിലേക്കോ മറ്റോ. കാരണം വഹ്ഷി ഉറപ്പിച്ചത് തന്റെ തല ഉടലിൽ ബാക്കി നിൽക്കുകയില്ല എന്നായിരുന്നു. കാരണം ഞാൻ ചെയ്ത ഈ പാപം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനോട് ചെയ്തിട്ടുള്ള ഈ പാപം ലോകത്താർക്കും പൊറുത്തു തരാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം മക്കയിൽ നിന്ന് തായിഫിലേക്ക് ഓടിപ്പോയി. പിന്നീട് അദ്ദേഹം അറിഞ്ഞു, മക്കയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയതിനു ശേഷം എല്ലാവരോടും പറഞ്ഞത് ഇദ്ഹബു അൻതുമുത് തുലഖാ, നിങ്ങൾ പോവുക, നിങ്ങൾ വിമോചിതരാണ് എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. ഈ വർത്തമാനം വഹ്ഷിയിൽ ആശയുണർത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ വഹ്ഷി തായിഫിൽ നിന്ന് നേരിട്ട് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിലേക്ക് പോയി. തായിഫിൽ നിന്ന് വന്ന വലിയൊരു സംഘത്തോടൊപ്പമായിരുന്നു അദ്ദേഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പള്ളിയിൽ ഓരോരുത്തരെയായി സ്വീകരിച്ചിരുത്തി. ഏറ്റവും പിന്നിൽ ഭയചകിതനായി ആകാംക്ഷയോടുകൂടി വഹ്ഷി കടന്നു വരുന്നു. വഹ്ഷിയെ കണ്ട മാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മ്ലാനമായി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ദേഷ്യവും ദുഃഖവും ചാലിച്ച ഒരു വികാരം അദ്ദേഹത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഅന്ത വഹ്ഷി, നീയാണോ വഹ്ഷി? ബലാ യാ റസൂലല്ലാഹ്, ഞാനാണ് വഹ്ഷി. അഅന്ത ഖതൽത ഹംസ, നീയാണോ ഹംസയെ കൊന്നത്? ബലാ യാ റസൂലല്ലാഹ്, ഞാനാണ് ഹംസയെ കൊന്നത്. സഹാബികൾ ആകാംക്ഷയോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കി. തീരുമാനമെന്തെന്നറിയാൻ അവർ കാത്തുനിന്നു. പക്ഷെ അങ്ങനെ കാത്തു നിൽക്കുവാൻ ഉമർ ബിൻ ഖത്താബിന് കഴിയുമായിരുന്നില്ല. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ് അളിരിബു ബിൻഖ, എന്നെ വിടൂ പ്രവാചകരെ, ഞാൻ അവന്റെ കഴുത്ത് ഛേദിച്ചു കളയട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൾ അടച്ചു. അടഞ്ഞ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. കവിളിലൂടെ കണ്ണുനീരൊഴുകി താടിയോര രോമങ്ങളെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ഷിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഖദ് ഗഫറല്ലാഹു ലിൽ വഹ്ഷി, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്ഷിക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. അതാണ് പറഞ്ഞത്, ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും, എല്ലാ പാപങ്ങളും പുറത്തു തരും. കാരണം കാരുണ്യത്തിന്റെ കടലാണല്ലാഹു, കാരുണ്യത്തിന്റെ കടലാണല്ലാഹു. ആ കടലിലാണ് മത്സ്യങ്ങൾ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കടലിന്റെ ആ കടലിലാണ് പക്ഷിപ്പറവകൾ പറന്നുകൊണ്ടിരിക്കുന്നത്. ആ കാരുണ്യത്തിന്റെ കടലിൽ തന്നെയാണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരുണ്യത്തിന്റെ കടലാണവൻ. كتب ربهم على نفسه الرحمة كتب ربكم على نفسه الرحمة, നിങ്ങളുടെ നാഥൻ അവന് കാരുണ്യം ഒരു ശീലമാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ സ്ഥായിയായ സ്വഭാവമാണ് റഹ്മത്ത്, കാരുണ്യം. സ്ഥായിയായ സ്വഭാവമായി കാരുണ്യത്തെ അവൻ വരിച്ചിരിക്കുന്നു. അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല, അജ്ഞതയോടുകൂടി
അജ്ഞതയോടെ ആരെങ്കിലും പാപങ്ങൾ ചെയ്താൽ സുമ്മ താബ മിൻ ബഅദി, അതിനുശേഷം പശ്ചാത്തപിക്കുകയും ചെയ്താൽ വഅസ്ലഹ, ജീവിതത്തെ ശരിപ്പെടുത്തുകയും ചെയ്താൽ ഫഇന്നഹു ഗഫൂറുർ റഹീം, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അല്ലാഹു ആധികാരികമായി പറയുകയാണ്, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദി വയഅഫു അനിസ് സയ്യിആത്ത്, അവനാണ് അവന്റെ അടിയാറുകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവൻ. അവനാണ് അവന്റെ അടിയാറുകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവൻ. വയഅഫു അനിസ് സയ്യിആത്ത്, എല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കുന്നവനും അവൻ തന്നെയാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് ചോദിക്കുകയാണ്, അവനല്ലാതെ പിന്നെ ആരാണ് പാപം പൊറുക്കുന്നവനായിട്ടുള്ളത്? അവനല്ലാതെ ആരാണ് പാപം പൊറുക്കുന്നവനായിട്ടുള്ളത്? എന്നാൽ അള്ളാഹുവിന്റെ ചില അടിയാറുകളുടെ സ്വഭാവം കാണുമ്പോൾ, പാപത്തിൽ മുഴുകി ജീവിതം നശിപ്പിക്കുന്നത് കാണുമ്പോൾ അള്ളാഹു തന്നെ ചോദിക്കുകയാണ്, അലം യഅലമു അന്നല്ലാഹ യഖ്ബലു തൗബ, അള്ളാഹു തൗബ സ്വീകരിക്കുമെന്ന് അവൻ അറിയില്ലേ? അവന്റെ മട്ടും മാതിരിയും കണ്ടിട്ട്, അവൻ പാപങ്ങളിൽ മുഴുകുന്നത് കണ്ടിട്ട്, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്നത് കണ്ടിട്ട് അള്ളാഹു തന്നെ ചോദിക്കുകയാണ്, എന്റെ അടിയാറുകളിൽപ്പെട്ട മനുഷ്യർ അറിയുന്നില്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം തൗബ സ്വീകരിക്കുമെന്ന് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇത് പറയുമ്പോൾ ഒരുപക്ഷേ നാം നമ്മോട് തന്നെ ചോദിക്കും, എന്നാലും പാപത്തിനൊരു പരിധിയില്ലേ? ഒരു പരിധിയുള്ള പാപങ്ങളല്ലേ അള്ളാഹു പൊറുത്തു തരൂ? എത്രയെന്ന് വെച്ചിട്ടാണ് അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ അഖ്തഅ്തും ഹത്താ തബ്ലുഗ ശംസ്, ലൗ അഖ്തഅ്തും, നിങ്ങൾ പാപം ചെയ്താൽ, ഹത്താ തബ്ലുഗ ശംസ്, സൂര്യനിലെത്തുന്ന ഇടത്തോളം നിങ്ങൾ പാപം ചെയ്താൽ, പാപത്തിന്റെ കൂമ്പാരം തന്നെ നിങ്ങൾ ചെയ്തു കൂട്ടിയാൽ, സുമ്മ തുബ്തും, എന്നിട്ട് നിങ്ങൾ തൗബ ചെയ്താൽ, ലതാബല്ലാഹു അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപം സ്വീകരിക്കും. നിങ്ങളൊരു പക്ഷെ സംശയിച്ചേക്കാം, പാപങ്ങൾ പൊറുത്തു കൊടുത്തുകൊണ്ട് തൗബ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് മടുപ്പ് വരില്ലേ? അള്ളാഹുവിന് മടുപ്പ് വരില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നു, വഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഅൻ നഹാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈ നീട്ടിയിരിക്കുകയാണ്. രാത്രി പൂർണ്ണമായും അവൻ കൈ ഇങ്ങനെ നീട്ടിയിരിക്കുകയാണ്. ലിയതൂബ മുസീഅൻ നഹാർ, പകൽ പാപം ചെയ്തവന്റെ കുറ്റങ്ങൾ പുറത്തു കൊടുക്കുവാൻ, തൗബ സ്വീകരിക്കുവാൻ. വയബ്സുതു യദഹു ബിന്നഹാർ, പകൽ മുഴുവൻ അവൻ കൈനീട്ടിയിരിക്കുകയാണ്. ലിയതൂബ മുസീഅൽ ലൈൽ, രാത്രി പാപം ചെയ്തവന്റെ പാപം പുറത്തു കൊടുക്കുവാൻ, തൗബ സ്വീകരിക്കുവാൻ. ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ, എന്നാണോ മനുഷ്യരുടെ മുഴുവൻ ഗ്രന്ഥങ്ങൾ അടച്ചുവെക്കപ്പെടുന്നത്, ഖിയാമത്ത് നാൾ എന്നാണോ ആരംഭിക്കുന്നത്, ആ ആരംഭിക്കുന്ന നിമിഷം വരെ അല്ലാഹു അവന്റെ അടിയാറുകളുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി രാവും പകലും കൈനീട്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്? അതുകൊണ്ട് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. പക്ഷെ തൗബ എന്ന് പറയുന്നത് എന്താണ്? വെറും നാവുകൊണ്ടും ചുണ്ടുകൊണ്ടുമുള്ള വ്യായാമമാണോ, അധര വ്യായാമമാണോ തൗബ? ഒരിക്കലുമല്ല. ഒരിക്കൽ അലി റളിയല്ലാഹു തആല അൻഹു ഒരു പള്ളിയിൽ ഇരിക്കുകയാണ്. ആളുകൾ വളരെ ധൃതിപ്പെട്ട് തൗബയുടെ വാചകങ്ങൾ ഉരുവിടുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഇത്തരത്തിലുള്ള തൗബ കൊണ്ട്, ഈ വാചകങ്ങൾ ചൊല്ലിപ്പറയുന്നത് കൊണ്ടൊന്നും വലിയ കാര്യമില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഗ്രാമീണൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അലി, എങ്കിൽ എന്താണ് തൗബ? വമത് തൗബ എന്ന് ചോദിച്ചു. ഖാല യജ്മഉഹാ സിത്തതു അഷ്യാ. 6 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് അത് തൗബയായി മാറുന്നത്. അലൽ മാദി മിനദ്ദുനൂബി അന്നദാമ. കഴിഞ്ഞുപോയ പാപങ്ങളെ സംബന്ധിച്ചുള്ള ഖേദം, കഴിഞ്ഞുപോയ പാപങ്ങളെക്കുറിച്ചുള്ള ഖേദം. പടച്ചവനെ, കുറ്റങ്ങൾ വന്നുപോയി, തെറ്റുകൾ സംഭവിച്ചുപോയി. എൻ്റെ കണ്ണുകൾ കൊണ്ട്, എൻ്റെ കൈകാലുകൾ കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ ചർമ്മം കൊണ്ട്, എൻ്റെ ലൈംഗികാവയവങ്ങൾ കൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട് പടച്ചവനെ ഞാൻ പാപങ്ങൾ ചെയ്തു പോയി എന്നതിലുള്ള ആത്മാർത്ഥമായ ഖേദമാണ് ഒന്നാമതായി തൗബ എന്ന് പറയുന്നത്. ആ ഖേദം നിങ്ങൾക്കുണ്ടോ? ആ ഖേദം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടോ? ആ ഹൃദയത്തെ ആ ഖേദം വിറപ്പിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളിൽ നിന്ന് തൗബ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. വലിൽ ഫറാഇളി അൽ ഇആദ. നിങ്ങൾ നിങ്ങളുടെ നിർബന്ധ ബാധ്യതകൾ വിട്ടുകളഞ്ഞതാണോ? എങ്കിൽ അതാവർത്തിക്കുകയാണ് തൗബയുടെ മാർഗം. നിങ്ങളുടെ നമസ്കാരം വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. നിങ്ങളുടെ നോമ്പ് വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പ്രായശ്ചിത്തവും പ്രത്യുപകാരവും ചെയ്യണം. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വീണ്ടും മടക്കിക്കൊണ്ടുവരണം. വലിൽ ഫറാഇളി അൽ ഇആദ വറദ്ദുൽ മവാലിം. നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും വല്ല ഉപദ്രവങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ അതവരോട് പറഞ്ഞ് അവർക്ക് പകരമായി വല്ലതും ചെയ്തുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യാൻ ശ്രമിക്കണം. അവകാശങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു വീട്ടാനുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണം. ആളുകളുടെ സമ്പത്ത് മുഴുവൻ അന്യായമായി കൈവശം വെച്ച് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും സമ്പത്ത്, അനന്തരാവകാശം സ്വന്തം കയ്യിൽ ഒതുക്കി അവരുടെ അവകാശങ്ങളിൽ ജീവിക്കുകയും അതിൽ നിന്ന് കുടിക്കുകയും അതിൽ നിന്ന് തിന്നുകയും അത് വീടാക്കി മാറ്റി അതിൽ താമസിക്കുകയും ചെയ്തുകൊണ്ട് തൗബ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ആർക്കെങ്കിലും അക്രമം ചെയ്യാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും അക്രമം ചെയ്യാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ തുല്യമായത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. വസ്തിഹ്ലാലുൽ ഖുസൂം. ഏതെങ്കിലും കക്ഷികളോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോട് അത് പറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടണം. ആ വ്യക്തിയുമായി നിങ്ങളത് പറഞ്ഞു തീർക്കണം. മാത്രമല്ല വഅൻ തഅസ്മ അല്ലാ തഊദ്. ഒരിക്കലും അത്തരം പാപങ്ങളിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന് തീരുമാനിക്കണം. ചെയ്ത പാപങ്ങളിലുള്ള ഖേദം മാത്രമല്ല തൗബ, ഇനി ഒരിക്കലും ആ കുറ്റങ്ങളിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന ദൃഢനിശ്ചയം ആണ് തൗബ എന്ന് പറയുന്നത്. അതുകൂടി നിങ്ങൾ ചെയ്യണം. മാത്രമല്ല വഅൻ തുദീബ നഫ്സക ഫീ തഅത്തില്ലാഹ്. നിങ്ങളുടെ മനസ്സിനെ അല്ലാഹുവിനുള്ള അനുസരണത്തിൽ നിങ്ങൾ ലയിപ്പിച്ചു ചേർക്കണം. അങ്ങ് ലയിപ്പിക്കണം. കമാ റബ്ബൈതഹാ ഫിൽ മഅസിയ. നിങ്ങൾ മഅസിയത്തിൽ ലയിച്ചില്ലേ? പല സന്ദർഭങ്ങളിലും നിങ്ങൾ മഅസിയത്തിൽ വളർന്നില്ലേ? അന്യന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട്, അന്യന്റെ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട്, അളത്തത്തിലും തൂക്കത്തിലും ചെറിയ ചെറിയ കൃത്രിമങ്ങൾ കാണിച്ചുകൊണ്ട്, ലൈംഗികമായ കുറ്റങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, അന്യനെക്കുറിച്ച് പരദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതം വളർന്നു വന്നില്ലേ?
അതുപോലെ നേരെ തിരിച്ച് അല്ലാഹുവിനുള്ള താഴത്തിൽ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ പ്രകൃതത്തെ നിങ്ങൾ ലയിപ്പിച്ചു ചേർക്കണം എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. വഅൻ തുദീഖുഹാ മറാറത തആത്ത്, അനുസരണത്തിന്റെ കയ്പ് ആസ്വദിപ്പിക്കണം നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേൽക്കുക എന്നത് പ്രയാസകരമായ ഒരു കാര്യമാണ്. കയ്യും മുഖവും വൃത്തിയാക്കി ഒതുവെടുത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റു നിൽക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ആ മറാറത്തു തആത്ത്, അനുസരണത്തിന്റെ ആ കയ്പ് നിങ്ങളുടെ മനസ്സിനെ ആസ്വദിപ്പിച്ചിരിക്കണം എന്ന് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. വഅൻ തുദീഖഹാ മറാറത തആത്ത്, അനുസരണത്തിന്റെ കയ്പ് നിങ്ങളുടെ ശരീരത്തെ ആസ്വദിപ്പിക്കണം, നിങ്ങളുടെ മനസ്സിനെ ആസ്വദിപ്പിക്കണം. കമാ അദഖ്തഹാ അലാ ഹലാവത്തൽ മആസി, കുറ്റങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ കുറ്റങ്ങളുടെ മാധുര്യം നിങ്ങൾ ആസ്വദിച്ചല്ലോ. അന്യന്റെ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ, അന്യന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അതൊരാസ്വാദനമായിരുന്നു. മദ്യപാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, കൂട്ടുകൂടിയിരുന്ന റൂമുകളിൽ വെച്ച് കള്ളുകുടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്കതൊരു ആസ്വാദനമായിരുന്നു. ആരുമില്ലാത്ത റൂമിൽ അവളോടൊത്ത് ശയിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അതൊരാസ്വാദനമായിരുന്നു, അതൊരു മാധുര്യമായിരുന്നു. ആ കള്ളിന്റെ മാധുര്യം, ആ മദിരാക്ഷിയുടെ മാധുര്യം, ആ അന്യന്റെ സമ്പത്തിന്റെ മാധുര്യം, പരദൂഷണത്തിന്റെ മാധുര്യം, മനുഷ്യനോടുള്ള ശത്രുതയുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയും മാധുര്യം നിങ്ങളുടെ മനസ്സ് എത്രമേൽ അനുഭവിച്ചിട്ടുണ്ടോ അത്രമേൽ അല്ലാഹുവിനോടുള്ള താഅത്തിന്റെ മാധുര്യം നിങ്ങൾ അനുഭവിക്കണം. നമസ്കരിക്കുമ്പോൾ, ദീർഘമായ സുജൂദുകളിൽ ഏർപ്പെടുമ്പോൾ, അല്ലാഹുവിനോട് മനം നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കവിളണകളിലൂടെ താടിരോമങ്ങളെ നനക്കുമ്പോൾ, സുജൂദ് ചെയ്യുന്ന നമസ്കാരപ്പായയിൽ കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീഴുമ്പോൾ, ആ കയ്പ് നിങ്ങൾക്ക് മധുരമേറിയതായി അനുഭവപ്പെടണം. ലൈംഗിക കാര്യങ്ങളിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തുമ്പോൾ താൽക്കാലികമായ ഒരു വേദനയായിരിക്കുമത്. എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നതിന് ശേഷവും ലൈംഗികമായ ആസ്വാദനങ്ങളിലേക്ക് തിരിയാതെ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അത് താഴത്തിന്റെ ഒരു മറാറത്താണ്, അനുസരണത്തിന്റെ ഒരു കയ്പാണ്. ആ അനുസരണത്തിന്റെ കയ്പ് നിങ്ങൾ ധിക്കാരത്തിന്റെ മാധുര്യത്തെ പോലെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നത് തൗബയുടെ മാർഗമാണ് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു നമുക്ക് വിശദീകരിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറയുന്നു, തൂബു ഇലല്ലാഹ്, തൂബു ഇലല്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പൂർണ്ണമായും മടങ്ങുക. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ അല്ലാഹുവിൽ നിന്ന് അകലുകയാണ്. തൗബ ചെയ്യുമ്പോൾ അല്ലാഹുവിലേക്ക് തിരിച്ചു വരികയാണ്. ആ തിരിച്ചുവരലാണ് തൗബ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു വരിക. തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ, കാപട്യമില്ലാത്ത തൗബ. ആ തൗബ നിങ്ങൾ സ്വീകരിക്കുക, അല്ലാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലുക. ഇതാണ് ഇന്നത്തെ സന്ദേശം എന്നുള്ളതിലേക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹ്, الحمد لله الواحد الأحد
അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി സ്വലാത്തൻ ബിലാ അദദ് ബാഖിയതൻ ഇലൽ അബദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടി ഞാൻ നിങ്ങളോടും എന്നോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിയാറുകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ വളരെ സമീപസ്ഥനാണ്, ഞാൻ നിങ്ങളോട് വളരെ അടുത്തവനാണ്, നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുത്തവൻ, നിങ്ങളുടെ കണ്ടനാളത്തെക്കാൾ നിങ്ങളോട് അടുത്തവൻ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കട്ടെ, എന്നോട് ചോദിക്കട്ടെ, അതാണ് വിവേകത്തിൻ്റെ മാർഗം എന്ന് അല്ലാഹു പറയുന്നു. ജൂതപുരോഹിതന്മാരുടെയും ക്രൈസ്തവ പുരോഹിതന്മാരുടെയും ചില വാദികളുടെ പശ്ചാത്തലത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. അവർ പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് നേരിട്ടടുക്കാൻ കഴിയുകയില്ല. നിങ്ങൾ വെറും 60 വോൾട്ടുള്ള ബൾബ്, പക്ഷേ പടച്ചവൻ 2200 ഉള്ള വലിയ ട്രാൻസ്ഫോമർ നേരിട്ട് കണക്ട് ചെയ്താൽ ഫ്യൂസായിപ്പോ, അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് കണക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെയും അല്ലാഹുവിനെയും അവർ അകറ്റി നിർത്തി. അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ കഴിയില്ല, നിങ്ങൾ അങ്ങോട്ട് എത്തില്ല, അതുകൊണ്ട് ഞങ്ങളിലൂടെ വേണം നിങ്ങൾ അല്ലാഹുവിലേക്ക് പോകുവാൻ. ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളെ ആദരിച്ച്, ഞങ്ങളെ ബഹുമാനിച്ച്, ഞങ്ങൾക്ക് വല്ലതും തന്ന്, അങ്ങനെ ഞങ്ങളിലൂടെ വേണം അല്ലാഹുവിലേക്ക് പോകാനെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെയും ജനങ്ങളെയും അകറ്റി നിർത്തി അവരുടെ അതിനിടയിൽ കയറി നിന്ന് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുവാൻ ജൂതപുരോഹിതന്മാരും പണ്ഡിതന്മാരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അല്ലാഹു പറയുന്നത്, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ സമീപസ്ഥനാണ്. ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് അല്ലാഹുവിനോട് ചോദിക്കാം, കാരണം അല്ലാഹു നിങ്ങളുടെ വളരെ അടുത്താണ്. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ദുർബലനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, അല്ലാഹുവേ നീയാണ് കഴിവുള്ളവൻ, ഞങ്ങൾ നിന്നിൽ ആവശ്യമുള്ളവനാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നിങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹുവിനോട് ചോദിക്കാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്, ചോദിച്ചുകൊണ്ടേയിരിക്കുക. റമളാനിലെ അവസാനത്തെ രാപ്പകലുകളിൽ, പ്രത്യേകിച്ച് രാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരിക മാത്രമല്ല, രാവിന്റെ അന്ത്യയാമങ്ങളിൽ പ്രാർത്ഥനാനിരതരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലക്കുകളോട് അഭിമാനം പറയുമെന്നാണ്. നോക്കൂ മലക്കുകളെ, മനുഷ്യനെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ എന്തിനാണ് ഭൂമിയിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കുന്നവരെ സൃഷ്ടിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നില്ലേ? ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എനിക്ക് മനസ്സിലാകും എന്നായിരുന്നു. നിങ്ങൾ നോക്കൂ ഭൂമിയിലേക്ക്, ഞാൻ അവരെ നിർബന്ധിച്ചിട്ടില്ലല്ലോ, ഞാൻ അവരെ ഉണർത്തിക്കൊണ്ടുവരികയല്ലല്ലോ, അവർക്ക് ദൈവധിക്കാരത്തിനുള്ള അവസരമുണ്ടായിരുന്നുവല്ലോ. എന്നിട്ടും രാവിന്റെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണ്ണുനീർ വാർത്ത് അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ തുറന്നു വെക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ
ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി പടച്ചവനെ, നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ തമ്പുരാനെ. അല്ലാഹുവേ, സൂര്യനോളം എത്തുന്ന പാപങ്ങൾ ചെയ്താലും പൊറത്തു തരും എന്ന് നീ വാക്ക് തന്നിട്ടുണ്ടല്ലോ പടച്ചവനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറത്തു തരേണമേ തമ്പുരാനെ. പടച്ചവനെ, ചില പാപങ്ങൾ ഞങ്ങൾ ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്ത പാപങ്ങളാണ്. വേറെ ചില പാപങ്ങൾ ഞങ്ങൾ കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും ചെയ്ത പാപങ്ങളാണ് പടച്ചവനെ. മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന പാപങ്ങൾ ഞങ്ങളുടെ നാവുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് പടച്ചവനെ. ആ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ അറിഞ്ഞുമറിയാതെയും അന്യന്റെ അവകാശങ്ങൾ ഞങ്ങളുടെ ഭക്ഷണത്തിൽ, ഞങ്ങളുടെ വസ്ത്രത്തിൽ, ഞങ്ങളുടെ പാനീയത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ തമ്പുരാനെ. അന്യന്റെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു കൊടുക്കുവാനുള്ള ഒരു ശേഷിയും അവസരവും നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ലൈംഗികാവയവങ്ങൾ കൊണ്ട് ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാർ, ഞങ്ങളുടെ പാപമോചനത്തിനുള്ള അർത്ഥന നീ സ്വീകരിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തന്നാൽ മാത്രമേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയുള്ളൂ എന്ന്. പടച്ചവനെ, ഞങ്ങൾക്കും നിനക്കുമിടയിൽ പാപങ്ങൾ ഒരു മറയായി നിൽക്കരുതേ റബ്ബേ. ആ മറ നീ നീക്കിത്തരേണമേ തമ്പുരാനെ. പാപങ്ങൾ പൊറുത്തു തന്നുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നീ ശുദ്ധീകരിക്കണമേ തമ്പുരാനെ. ഇനിയും പാപങ്ങളിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള ഇച്ഛാശക്തി നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ ഒരിക്കലും നീ കൈയൊഴിക്കരുതേ പടച്ചവനെ. ഞങ്ങളെ ഒരിക്കലും നീ വിട്ടേച്ചു കളയരുതേ പടച്ചവനെ. ഞങ്ങൾ പാപങ്ങളിലേക്ക് പോകാതെ നീ ഞങ്ങളെ സൂക്ഷിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ നീ പൊറുത്തു കൊടുക്കണമേ തമ്പുരാനെ. അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അവരിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് നീ ആശ്വാസം നൽകണമേ തമ്പുരാനെ. മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീ സമാധാനം നൽകണമേ തമ്പുരാനെ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകണമേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ബന്ധങ്ങൾ നീ ശരിപ്പെടുത്തി തരണമേ തമ്പുരാനെ. എല്ലാ കുടുംബ ബന്ധങ്ങളെയും ശരിയാം വിധത്തിൽ പാലിക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ തമ്പുരാനെ. അതിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, അയൽപക്ക ബന്ധങ്ങൾ ശരിപ്പെടുത്തുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. പടച്ചവനെ, നീ ഞങ്ങളുടെ മക്കൾക്ക് പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അവരിൽ നിന്ന് വരുന്ന വീഴ്ചകൾ നീ മാപ്പാക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ആൺകുട്ടികൾക്ക് നീ സുരക്ഷ നൽകണമേ തമ്പുരാനെ. മദ്യത്തിന്റെ അടിമകളായി മാറുന്നതിൽ നിന്ന്, മയക്കുമരുന്നിന്റെ അടിമകളായി മാറുന്നതിൽ നിന്ന് നീ അവരെ രക്ഷിക്കണമേ തമ്പുരാനെ. പുതിയ തലമുറകൾക്ക് നീ ശരിയായ വഴി കാണിച്ചു കൊടുക്കണമേ തമ്പുരാനെ. എല്ലാ ആപത്തിൽ നിന്നും നീ അവരെ രക്ഷിക്കണമേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ പെൺകുട്ടികളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുവാൻ, അവരുടെ പാതിവ്രത്യം കാത്തു സൂക്ഷിക്കുവാൻ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഒരിക്കലും നീ അവരെ കൈവിടരുതേ പടച്ചവനെ. പിഴച്ചു പോകാതിരിക്കാൻ നീ അവരെ സൂക്ഷിച്ചു കൊള്ളണമേ തമ്പുരാനെ. അബദ്ധങ്ങളിൽ ചെന്നു ചാടാതിരിക്കാൻ നീ അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇന്ത്യയിലുള്ള ഇസ്ലാമിക സമൂഹത്തിന് നീ ക്ഷേമവും ഐശ്വര്യവും നൽകണമേ തമ്പുരാനെ. കഷ്ടപ്പാടനുഭവിക്കുന്ന ഉത്തരേന്ത്യയിലെയും മധ്യേന്ത്യയിലെയും മുസ്ലിങ്ങൾക്ക് നീ മോചനം നൽകണമേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ജയിലറകളിൽ അന്യായമായി അടക്കപ്പെട്ടിട്ടുള്ള ധാരാളം സഹോദരന്മാരുണ്ട് പടച്ചവനെ. നേതൃഘടനയിലുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാം തന്നെ നീതി നൽകണമേ തമ്പുരാനെ. നീതി ലഭിക്കുവാനുള്ള അവസരം നൽകണമേ തമ്പുരാനെ. ജയിലറകളിൽ നിന്ന് അവർക്ക് മോചനം നൽകണമേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, അവരുടെ നിരപരാധിത്വം ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തുവാൻ നീ അവസരം നൽകണമേ റബ്ബേ. പടച്ച തമ്പുരാനെ, ലോകത്തെങ്ങുമുള്ള മുസ്ലിം സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഒരിക്കലും നീ അവരെ ആപത്തിൽ അകപ്പെടുത്തരുതേ റബ്ബേ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സാമ്രാജ്യത്വത്തോടുകൂടി
സാമ്രാജ്യത്വത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ഇറാഖിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, ഫലസ്തീനിലുണ്ട്. അവർക്ക് നീ രക്ഷ നൽകണമേ തമ്പുരാനെ, മോചനം നൽകണമേ തമ്പുരാനെ. ഫലസ്തീനിൽ ഇന്നും യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ പൈതങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരന്മാർ, അവർക്ക് നീ ആശ്വാസം നൽകണമേ തമ്പുരാനെ. ജൂതരുടെ എല്ലാവിധ കുടിപ്പകയിൽ നിന്നും അവരെ നീ മോചിപ്പിക്കണമേ തമ്പുരാനെ. അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അവർക്ക് നീ രക്ഷ നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, അവർക്ക് നീ ആശ്വാസം നൽകണമേ തമ്പുരാനെ. സാഹോദര്യബോധം ഇസ്ലാമിക സമൂഹത്തിൽ നീ വർദ്ധിപ്പിച്ചു നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, സാഹോദര്യബോധം വർദ്ധിപ്പിച്ചു നൽകണമേ തമ്പുരാനെ. കഷ്ടപ്പെടുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനുള്ള ഒരു സന്മനസ് നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ലോകത്തെങ്ങുമുള്ള മുജാഹിദുകൾക്ക് നീ പുണ്യം നൽകണമേ തമ്പുരാനെ. അവരുടെ ജിഹാദ് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അവരുടെ രക്തസാക്ഷ്യം നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളാകാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങൾക്ക് നീ സാമ്പത്തിക സുസ്ഥിതി നൽകണമേ തമ്പുരാനെ. സാംസ്കാരികമായ അഭ്യുന്നതി നൽകണമേ തമ്പുരാനെ. ഈ രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിൽ കരുത്തുറ്റ പങ്കാളിത്തം അർപ്പിക്കുവാനുള്ള ശേഷി നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശം കൈമാറുവാനുള്ള ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഇസ്ലാമിക സമൂഹത്തെ ഉജ്ജ്വലമായ പ്രബോധക സമൂഹമാക്കി നീ വളർത്തിയെടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ അമലുകളും ഞങ്ങളുടെ നോമ്പും നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ നിന്നിലേക്ക് നീട്ടുന്ന ഈ കൈ ഒരിക്കലും നീ തട്ടിക്കളയരുതേ പടച്ചോനെ. നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വഅദില്ലൽ കുഫ്ര വൽ കാഫിരീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا فاغفر لنا ذنوبنا يا رب العالمين. ربنا ظلمنا أنفسنا فاغفر لنا ذنوبنا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشبه خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. والسلام والحمد لله رب العالمين.